ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ അനൈലേറ്റർ ഡിഫൈൻ ചെയ്തു അല്ലേ. ഈ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊരു ജനറൽ സെറ്റപ്പിലെ ഡെഫിനിഷനാണ്. അതായത് ഇവിടെ വി ഈസ് ജസ്റ്റ് എ വെക്ടർ സ്പേസ്. അത് ഫൈനൈറ്റ് ഡയമെൻഷനിലാവാം, ഇൻഫിനിറ്റ് ഡയമെൻഷനിലാവാം, അങ്ങനത്തെ ഒരു കണ്ടീഷനും ഇല്ല. വി ഈസ് ജസ്റ്റ് എ വെക്ടർ സ്പേസ് ആൻഡ് എസ് ഈസ് എ സബ്സെറ്റ് ഓഫ് ദാറ്റ് വി. എസ് വിൻ്റെ സബ്സ്പേസ് ആവണമെന്നൊന്നുമില്ല. എസ് ക്യാൻ ബി എനി സബ്സെറ്റ് ഓഫ് വി. അതായത് ഏതൊരു വെക്ടർ സ്പേസിൻ്റെയും ഏതൊരു സബ്സെറ്റിനും നമ്മൾ അനൈലേറ്റർ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ. ഇനി നോക്കൂ, ഇവിടെ എസിൻ്റെ അനൈലേറ്റർ വി പ്രൈമിൻ്റെ ഒരു സബ്സെറ്റാണ് അല്ലേ. ഈ അനൈലേറ്ററിൽ ആരാ ഉള്ളത്? വി പ്രൈമിലെ വെക്ടേഴ്സ് അല്ലേ, വി പ്രൈമിലെ ലീനിയർ ഫങ്ഷണൽസ് അല്ലേ. സോ എനിക്ക് ഇങ്ങനെ എഴുതാം, എസിൻ്റെ അനൈലേറ്റർ ഈസ് എ സബ്സെറ്റ് ഓഫ് വി പ്രൈം അല്ലേ. ഇറ്റ് ഈസ് ഓൾവേസ് എ സബ്സെറ്റ് ഓഫ് വി പ്രൈം. ഇനി നമ്മളിനി പ്രൂവ് ചെയ്യാൻ പോണത് ഈ എസിൻ്റെ അനൈലേറ്റർ വി പ്രൈമിൻ്റെ ഒരു സബ്സെറ്റ് മാത്രമല്ല, ഇറ്റ് ഈസ് ഓൾവേസ് എ സബ് സ്പേസ് ഓഫ് വി പ്രൈം. അതായത് we are going to prove that annihilator of S is a subspace of V prime. ഇവിടെ ഒരു കാര്യം ഓർക്കണം, ഈ ജനറൽ സെറ്റപ്പ് തന്നെ കേട്ടോ ഈ കാര്യം നമ്മൾ പറയണത്. അതായത് ഈ എസ് വിൻ്റെ സബ്സ്പേസ് ആവണമെന്ന് നമ്മൾ അസ്യൂം ചെയ്തില്ല. എസ് വിൻ്റെ സബ്സ്പേസ് ആണെങ്കിലും അല്ലെങ്കിലും ഒക്കെ തന്നെ എസിൻ്റെ അനൈലേറ്റർ വിൽ ബി ഓൾവേസ് എ സബ്സ്പേസ് ഓഫ് വി പ്രൈം. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഇനി നിങ്ങളൊന്ന് പോസ് ചെയ്ത് ആലോചിച്ച് നോക്കൂ, ഇതിൻ്റെ ഒരു സ്പെഷ്യൽ കേസ് നമ്മൾ ഇന്നലെ കണ്ടിട്ടുണ്ട്. ഇന്നലെ പറഞ്ഞതിൻ്റെ അകത്ത് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ കേസ് ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ നമ്മൾ ഇന്നലെ എന്താ പ്രൂവ് ചെയ്തത്? ഇവിടെ വി ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണ്. എന്നിട്ട് അതിൻ്റെ ഒരു സബ്സ്പേസ് യു എടുത്തു. എന്നിട്ട് അതിൻ്റെ അനൈലേറ്റർ കണ്ടപ്പോൾ നമുക്ക് കിട്ടിയത് ഈ സ്പാൻ അല്ലേ. ഈ സ്പാൻ, ഇത് സ്പാൻ ആയതുകൊണ്ട് തന്നെ ദിസ് ഈസ് എ സബ്സ്പേസ് ഓഫ് വി പ്രൈം. അപ്പോൾ ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസിൻ്റെ ഒരു സബ്സ്പേസ് എടുത്തിട്ട് അതിൻ്റെ അനൈലേറ്റർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വി പ്രൈമിൻ്റെ ഒരു സബ്സ്പേസ് ആണ് കിട്ടുക എന്നുള്ളത് നമ്മൾ ഇന്നലെ കണ്ടു. സോ അത് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ കേസാണ്. പക്ഷേ നമ്മൾ ജനറൽ സെറ്റപ്പ് തന്നെ പ്രൂവ് ചെയ്യാൻ പോവാണ്. ഫോർ എനി വെക്ടർ സ്പേസ് വി and any subset S of that V, S in the annihilator is always a subspace of V prime. നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഇവിടെ പ്രൂഫ് അങ്ങ് ചെയ്താൽ. ഈ പ്രൂഫ് ഒന്ന് വായിച്ചു നോക്കിയാൽ ഇത് വളരെ സിമ്പിളാണ്. ഇത് അനൈലേറ്റർ ഓഫ് എസ് വി പ്രൈമിൻ്റെ സബ്സ്പേസ് ആവണമെങ്കിൽ വേണ്ട കണ്ടീഷൻസ് ഡയറക്റ്റ്ലി അങ്ങ് ചെക്ക് ചെയ്തത് മാത്രം. ആദ്യം വി പ്രൈമിൽ 0 എവിടെ വേണം? അനൈലേറ്ററിൽ വേണം. അതിവിടെ ചെക്ക് ചെയ്തു. പിന്നെ ഫൈയും സൈയും അനൈലേറ്ററിന് എടുത്തു കഴിഞ്ഞാൽ ലാംഡ ഫൈ പ്ലസ് സൈ എവിടെ തന്നെ വേണം? അനൈലേറ്ററിൽ വരണം. അതാണ് ഈ വരി ചെക്ക് ചെയ്തത്. ഇവിടെ ഈ ഫൈ ഓഫ് എസ് 0 ആയിരിക്കും. കാരണം എന്താ? ഫൈ അനൈലേറ്ററിലുള്ളതാണ്. ഫൈ ഒരു കില്ലറാണ്. സോ ഫൈ ഓഫ് എസ് വിൽ ബി 0. അതുപോലെ തന്നെ സൈ ഓഫ് എസും സിമിലർലി 0 ആണ്. സോ അതുകൊണ്ട് തന്നെ ഈ സ്റ്റെപ്പൊക്കെ ക്ലിയർ ആണ്. എന്തെങ്കിലും ഡൗട്ടൊക്കെ ചോദിക്കുക. സോ ഫോർ എനി സബ്സെറ്റ് എസ് ഓഫ് വി, അനൈലേറ്റർ ഓഫ് എസ് ഈസ് എ സബ്സ്പേസ് ഓഫ് വി പ്രൈം. നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി നമുക്ക് 1-2-3 പ്രോബ്ലംസും ചെയ്തിട്ട് ഈ വീഡിയോ നിർത്താം. ഒരു സിമ്പിൾ ചോദ്യം. നമുക്കറിയാം ഏതൊരു വെക്ടർ സ്പേസ് വിയുടെയും സബ്സെറ്റാണ് Z0. അങ്ങനെയെങ്കിൽ ഈ Z0ൻ്റെ അനൈലേറ്റർ എന്താ വരിക? ഒന്ന് പോസ് ചെയ്ത് ആലോചിച്ച് നോക്കൂ. ഈ Z0ൻ്റെ അനൈലേറ്റർ എന്ന് പറയുമ്പം ഈ സെറ്റിലുള്ള എല്ലാ വെക്ടേഴ്സിനെയും 0യിലേക്ക് മാപ്പ് ചെയ്യുന്ന ലീനിയർ ഫങ്ഷണൽസിൻ്റെ കളക്ഷനല്ലേ വരിക. ഈ സെറ്റിൽ പക്ഷേ ആരേ ഉള്ളൂ? 0 വെക്ടർ മാത്രമേ ഉള്ളൂ. 0 വെക്ടറിനെ 0യിലേക്ക് മാപ്പ് ചെയ്യാത്ത ഏതെങ്കിലും ലീനിയർ ഫങ്ഷനിലുണ്ടോ? ഇല്ല. എല്ലാ ലീനിയർ ഫംഗ്ഷനും 0 വെക്ടറിനെ 0യിലേക്ക് മാപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അനൈലേറ്റർ എന്ന് പറയുമ്പം എൻ്റയർ വി പ്രൈം വരും. ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി അടുത്തത് വിൻ്റെ സബ്സെറ്റായിട്ട് എൻ്റയർ വി തന്നെ എടുത്തു. അപ്പം ആ വിൻ്റെ അനൈലേറ്റർ എന്താ വരിക? ഒന്ന് പോസ് ചെയ്ത് ആലോചിച്ച് നോക്കൂ. ഇവിടെ വിൻ്റെ അനൈലേറ്റർ എന്ന് പറയുമ്പം വിയിലുള്ള എല്ലാവരെയും 0യിലേക്ക് മാപ്പ് ചെയ്യുന്ന ലീനിയർ ഫങ്ഷണൽസിൻ്റെ കളക്ഷൻ. വിയിലുള്ള എല്ലാവരെയും 0യിലേക്ക് മാപ്പ് ചെയ്യുന്ന ഒരൊറ്റ ലീനിയർ ഫംഗ്ഷനലേ ഉള്ളൂ. ഏതാണ്? 0 ഫംഗ്ഷനൽ. അപ്പോൾ ഇതിൻ്റെ അനൈലേറ്റർ എന്ന് പറയുമ്പം Z0. ഇവിടെ ശ്രദ്ധിക്കണം, ഈ 0 ഉദ്ദേശിക്കുന്നത് 0 ഫംഗ്ഷനലാണ് കേട്ടോ. നൈസ്. അങ്ങനെ 2 സിമ്പിൾ എക്സാമ്പിൾസായി. ഇനി ഇത് മാച്ചിട്ട് വേറെ എക്സാമ്പിൾ കൂടി ചെയ്യാം. ഇവിടെ R2ൻ്റെ ഒരു സബ്സ്പേസ് ആണ് എസ്. എന്നിട്ട് ആ എസിൻ്റെ അനൈലേറ്റർ കാണാനാണ് നമ്മോട് ആവശ്യപ്പെട്ടത്. ഒന്ന് പോസ് ചെയ്ത് വായിച്ചു നോക്കുക. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ടല്ല ഇപ്പോൾ. കാരണം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് കണ്ടതാണ് ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസിൻ്റെ ഒരു സബ്സ്പേസ് തന്നു കഴിഞ്ഞാൽ ആ സബ്സ്പേസിൻ്റെ അനൈലേറ്റർ എങ്ങനെ കാണാമെന്ന്. എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം ഈ എസിന് ഒരു ബേസിസ് ചൂസ് ചെയ്യണം. എന്നിട്ട് ആ ബേസിസിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് R2 ഒരു ബേസിസ് ഉണ്ടാക്കണം. പിന്നെ ആ എക്സ്റ്റെൻഡ് ചെയ്യാൻ ഉപയോഗിച്ച വെക്ടേഴ്സ് ഇല്ലേ, അഡീഷണലി വന്ന വെക്ടേഴ്സ്, ആ വെക്ടേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡ്യുവൽ ബേസിസിലെ വെക്ടേഴ്സ് കണ്ടുപിടിക്കണം. എന്നിട്ട് ആ ഡ്യുവൽ ബേസിസിലെ ആ കറസ്പോണ്ടിങ് വെക്ടേഴ്സിൻ്റെ സ്പാൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക്
ഇതിൻ്റെ അനൈലേറ്റർ കിട്ടും, ഈ എസിൻ്റെ അനൈലേറ്റർ കിട്ടും. ഇതാണ് ആ പ്രൊസീജിയർ. ഞാൻ ഇവിടെ എഴുതാൻ പോവുകയാണ്. നിങ്ങൾ പ്രൊസീജിയർ സ്വന്തം ട്രൈ ചെയ്യുക. ഇതൊന്ന് വായിച്ചു നോക്കൂ. ഇവിടെ ആ പ്രൊസീജിയർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഞാൻ അങ്ങ് അപ്ലൈ ചെയ്താണ്. ആദ്യം ഈ എസ്സിന് ഒരു ബേസിസ് ചൂസ് ചെയ്തു. പിന്നെ ആ ബേസിസിനെ എക്സ്റ്റെൻഡ് ചെയ്ത് R2 ഒരു ബേസിസ് ഉണ്ടാക്കി. ഇനി ഇതിൻ്റെ ഡ്യുവൽ ബേസിസിൽ 1-1 കറസ്പോണ്ടിങ് ആയിട്ട് 5-1 ഉണ്ടാവും, 1-0 കറസ്പോണ്ടിങ് ആയിട്ട് 5-2 ഉണ്ടാവും. അതിൽ 1-0 കറസ്പോണ്ടിങ് ആയിട്ടുള്ള 5-2ൻ്റെ സ്പാൻ എടുത്തു കഴിഞ്ഞാൽ എസിൻ്റെ അനൈലേറ്റർ കിട്ടും. കാരണം എന്താ, ഇവിടെ ഈ എക്സ്റ്റൻഷന് വേണ്ടി അഡീഷണലി നമ്മൾ കൊണ്ടുവന്നത് ഈ 1-0 എന്ന വെക്ടറാണ്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡ്യുവൽ ബേസിസിലെ വെക്ടർ 5-2 ആണ്. അതിൻ്റെ സ്പാൻ എടുത്തു കഴിഞ്ഞാൽ എസിൻ്റെ അനൈലേറ്റർ കിട്ടും. ഇതൊക്കെ കഴിഞ്ഞ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഇനി ഈ 5-2 എങ്ങനെ വർക്ക് ചെയ്യുക? ആ ഡ്യുവൽ ബേസിസിൻ്റെ വീഡിയോ കണ്ടവർക്ക് അറിയാം 5-2 എങ്ങനെ വർക്ക് ചെയ്യുക. 5-2 ഓഫ് V1 ദാറ്റ് ഈസ് 5-2 ഓഫ് 1-1 എന്തായിരിക്കും 0 ആയിരിക്കും. ആൻഡ് 5-2 ഓഫ് V2 ദാറ്റ് ഈസ് 5-2 ഓഫ് 1-0 എന്തായിരിക്കും 1 ആയിരിക്കും. അങ്ങനെയാണ് 5-2 വർക്ക് ചെയ്യുക. ഇനി അത് വെച്ചിട്ട് 5-2 ഓഫ് XY ഇങ്ങനെ കമ്പ്യൂട്ട് ചെയ്തെടുക്കാൻ പറ്റും. 5-2 ഓഫ് XY ഈക്വൽ ടു X - 5. ഈ ഫംഗ്ഷണലിൻ്റെ സ്പാൻ എടുത്തു കഴിഞ്ഞാൽ അതായിരിക്കും എസിൻ്റെ അനൈലേറ്റർ. ഇത് നിങ്ങൾക്കൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിൻ്റെ സ്പാൻ്റെ അകത്തുള്ള വെക്ടർ എടുക്കുക. ഫോർ എക്സാമ്പിൾ 5-2 തന്നെ എടുക്കുക. 5-2 ഈ സ്പേസിലുള്ള എല്ലാ വെക്ടേഴ്സിനെയും 0ലേക്ക് മാപ്പ് ചെയ്യുമെന്ന് വളരെ ഈസി ആയിട്ട് കാണാം. ഫോർ എക്സാമ്പിൾ ഈ സ്പേസിലുള്ള ഒരു വെക്ടർ 2-2 എടുക്കുക. 2-2 ഈ 5-2 കൊടുത്തു നോക്കൂ. 5-2 ഓഫ് 2-2 എന്താണ് 0. സിമ്പിൾ അല്ലേ? സോ അങ്ങനെ ഈ സ്പാൻ്റെ അകത്തുള്ള ഏതൊരു ഫംഗ്ഷനിൽ എടുത്തു കഴിഞ്ഞാലും ആ ഫംഗ്ഷനിൽ ഈ എസിലുള്ള എല്ലാവരെയും 0ലേക്ക് മാപ്പ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഒബ്സർവ് ചെയ്യാവുന്നതാണ്. സോ ഇതിൻ്റെ അനൈലേറ്റർ കണ്ടുപിടിച്ചു. അനൈലേറ്റർ ഓഫ് എസ് ഈസ് ദിസ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഇനി അടുത്ത പ്രോബ്ലം. ഷോ ദാറ്റ് അനൈലേറ്റർ ഓഫ് എസ് ഈക്വൽ ടു അനൈലേറ്റർ ഓഫ് സ്പാൻ എസ്. ഇത് നിങ്ങൾ സ്വന്തം പ്രൂവ് ചെയ്യണം. കോച്ചിങ്ങിന് ജോയിൻ ചെയ്തവരൊക്കെ ഇത് പ്രൂവ് ചെയ്തിട്ട് കേൾക്കണം. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. എനിവേ എല്ലാവരും സ്വന്തം തന്നെ പ്രൂവ് ചെയ്യാം. ഓക്കെ, ഇനി ഇതിനൊരു ഉപയോഗമുണ്ട്. ആ ഉപയോഗം ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് മനസ്സിലാവും. എനിവേ ഇത് നിങ്ങൾ പ്രൂവ് ചെയ്തു ഞാൻ അസ്യൂം ചെയ്യാണ്. സോ അത് ഉപയോഗിച്ചിട്ട് അടുത്തൊരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം നമുക്ക്. ഇവിടെ R2ൻ്റെ ഒരു സബ്സെറ്റ് തന്നിട്ടുണ്ട്, യൂണിറ്റ് സർക്കിൾ. എന്നിട്ട് അതിൻ്റെ അനൈലേറ്റർ കാണണം. ഇവിടെ ഈ എസ് R2ൻ്റെ സബ്സ്പേസ് അല്ല. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ യൂണിറ്റ് സർക്കിൾ സബ്സ്പേസ് അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ഉപയോഗിച്ച പ്രൊസീജിയർ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അവിടെയാണ് ഈ റിസൾട്ട് നമ്മളെ സഹായിക്കാൻ വരിക. ഇവിടെ എസ് സബ്സ്പേസ് അല്ലെങ്കിൽ സ്പാനസ് എന്തായിക്കോളും, സബ്സ്പേസ് ആയിക്കോളും. അപ്പോൾ നമുക്ക് എസിൻ്റെ അനൈലേറ്റർ കാണാൻ എന്ത് ചെയ്താൽ മതി, സ്പാനസിൻ്റെ അനൈലേറ്റർ കണ്ടാൽ മതി. അത് സബ്സ്പേസ് ആണ്. ഇവിടെ സ്പാനസ് എന്ന് പറയുമ്പം ഈ യൂണിറ്റ് സർക്കിളിൻ്റെ സ്പാൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, വി വിൽ ഗെറ്റ് R2 ഇറ്റ് സെൽഫ്. ഒക്കെ ഡൗട്ടിനെ ചോദിച്ചാൽ മതി കേട്ടോ. അതിൻ്റെ അനൈലേറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇറ്റ് ഈസ് സെറ്റ് 0 അല്ലേ. അതിനകത്ത് 0 ഫംഗ്ഷനിൽ മാത്രമേ ഉള്ളൂ അല്ലേ. ഒരു ഫുൾ സ്പേസിൻ്റെ അനൈലേറ്റർ എന്ന് പറയുമ്പം 0 ഫംഗ്ഷനിൽ മാത്രമേ വരുള്ളൂ, നമ്മൾ നേരത്തെ പറഞ്ഞാണ്. സോ ഇതോടുകൂടെ ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ്. അടുത്ത വീഡിയോ കാണാം.